ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ കേട്ടോ മെറീന ബീച്ചിൽ പോണ വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. പാർട്ട് 1 പറഞ്ഞതുപോലെ തന്നെ യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിൽ മാത്രമല്ല വേറൊരു സ്ഥലത്തും കൂടെ പോയായിരുന്നു. അത് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് കുറച്ചെങ്കിലും വെട്ടമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ നടന്ന് കടലിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അടുത്തേക്ക് ആളെ പോലും നേരെ ചുവ കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ ഒരു ഇരുട്ട്. അങ്ങനെ ഒരു വിധത്തിൽ കടൽ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ നേരെ ഇറങ്ങി വെള്ളത്തിലിറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൂടെ വന്ന രണ്ടെണ്ണത്തിന് കാണാനില്ലെന്നുള്ള കാര്യം മനസ്സിലായത്. തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ടെണ്ണം കൂടെ കരയുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവന്മാർ ഷൂട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇത് ഊരിയിട്ട് കടലിലോട്ട് ഇറങ്ങിയ ഇവന്മാർക്ക് നല്ല മടി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ തന്നെ നിന്ന്. പിന്നെ ഞങ്ങൾക്കും ബോറടിക്കാൻ തുടങ്ങിയോണ്ട് പിന്നെ ഇവന്മാരെ ലാഗ് അടിപ്പിക്കേണ്ടെന്നുള്ള കാര്യം ഓർത്ത് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകാന്നുള്ള പ്ലാനായി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചുറ്റിനും ആൾക്കാരും ഉണ്ട്. അവരെ കൂട്ടത്തിൽ തന്നെ നല്ല മുതുക്കായിട്ടുള്ള വലിയ വലിയ കാളകളും വരണുണ്ട്. അടുത്തെത്തുമ്പോഴാണ് ഇതിനെ കാണുന്നത് തന്നെ. ഇത് കാളയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അല്ല, ഇത് പശുവാണെന്ന് തർക്കിക്കണമെന്നാണ് ദൈവം. കണ്ടില്ലേ? ഇനി ഞാൻ അധികം ഇവനുമായിട്ട് തർക്കിച്ചാൽ ഇത് എങ്ങനെയാണ് പശു അല്ല കാള എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് അധികം തർക്കിക്കാതെ ഈ കാര്യം അവിടെ തന്നെ വിട്ടു. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഒരു ഐസ്ക്രീം കടയിലാണ്. ഇവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലായി ഇവിടെയുള്ള മിക്ക കടയിൽ ഇതുപോലത്തെ സ്കാമിംഗ് പരിപാടി മാത്രമാണ് നടക്കണേന്ന്. ഇവർ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഐസ്ക്രീമിന്റെ വിലയും ഐസ്ക്രീമിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വാങ്ങിച്ചതിന് ശേഷമാണ് നോക്കണം. MRP ഒരു വിലയും ഇവർ പറയണ വേറൊരു വിലയും. ഈ കാരണം കൊണ്ട് തന്നെ ഈ കടയിൽ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ 2 കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ വേറൊരു സ്ഥലത്തോട്ട് പോണ്. അതും ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ. കാണാനൊക്കെ അടിപൊളി, ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഒരു അടിപൊളി സ്ഥലം. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്ന അകത്തോട്ട് കയറിയതിന് ശേഷമാണ് മനസ്സിലായി അത് രണ്ടുപേരെ കല്ലറയണമെന്ന്. ആ രണ്ടുപേരും ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. ആ കമന്റ് കറക്റ്റ് ആണെങ്കിൽ ഞാൻ പിന്നെ ചെയ്ത് വെച്ചേക്കാം. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. പോണ വഴിയിൽ ഞങ്ങൾ ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഫോളോ ചെയ്ത് വെച്ചാൽ ബാക്കി പിന്നെ